ഇതൊരു ടൈം മെഷീൻ ഒന്നും അല്ല കേട്ടോ. തീപ്പെട്ടിന്റെ ഉപയോഗം നമുക്ക് ഇനി കുറയ്ക്കാൻ പറ്റും. നമ്മൾ ഈ തീപ്പെട്ടി വെറുതെ വരച്ച് കളയാല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഷോ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 137 രൂപയാണ് ആയിട്ടുള്ളത്. ഇതാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നല്ലൊരു മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് ഇറങ്ങിപ്പോവില്ല. നമ്മളിത് ഓണാക്കുന്ന പക്ഷമാണ് അതിൽ ആ ബട്ടൺ ഞെക്കുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നത്. കണ്ടോ? ഇതുകൊണ്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇതിലൊരു സ്പാർക്ക് വരുന്നതുകൊണ്ട് തന്നെ ഗ്യാസ് പെട്ടെന്ന് കത്തുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേറെ എഫക്റ്റ് ഇല്ല. അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിക്കാൻ പറ്റും. പിന്നെ ഈ കമ്പ്യൂട്ടറൈസർ സാമ്പ്രാണിയില്ലേ, ആ ഒരു സാമ്പ്രാണിയും നമുക്ക് ഇതിലൂടെ ചെയ്യാം. പക്ഷേ അത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. നമുക്ക് തീപ്പിടിനേക്കാൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ തിരി നമുക്ക് കത്തിച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുണ്ടോ, ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പം നമുക്ക് അത്യാവശ്യമുള്ള വിളക്ക് വയ്ക്കുന്നത്, അതുപോലെ ചന്ദനത്തിരി അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പേപ്പർ കത്തിക്കാൻ, ഇതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഡിവൈസാണ്. ഒരു അടിപൊളി ഡിവൈസാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഇല്ലെങ്കിൽ മീഷോയിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതായിരിക്കും. പിന്നൊരു കാര്യം, ഇത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കാൻ പറ്റില്ല, കുറച്ച് അപകടകരമാണ്. കാരണം ഇത് നമ്മളിതിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടത് സ്പാർക്ക് വരുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കുന്നത് അപകടമാണ്. അവരുടെ കൈ എത്താത്ത സ്ഥലത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഈസി ആയിട്ട് നമുക്ക് ഇത് ചാർജ് ചെയ്യാനും യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ പറ്റില്ല, കാരണം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അതിന്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. സി ടൈപ്പ് തന്നെയാണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു 15-20 മിനിറ്റ് തന്നെ ചാർജ് ആവാറുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഉപയോഗപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.